നമസ്കാരം. തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും JDU നേതാവ് നിതീഷ് കുമാറിൻ്റെയും പിന്തുണയോടെ NDA സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറുകയാണ്. ഇരുവരെയും ഇന്ത്യ മുന്നണിയുടെ പാളയത്തിലെത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നിരുന്നതാണ്. ഇപ്പോഴിതാ ഇന്ത്യ മുന്നണി നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്നതായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് JDU നേതാവ് KC ത്യാഗി. പ്രധാനമന്ത്രിയാകാൻ നിതീഷ് കുമാറിന് മുന്നിൽ ഇന്ത്യ മുന്നണി ഓഫർ വച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നൽകാത്തവരാണ് പ്രധാനമന്ത്രിയാകാനുള്ള ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹം അത് നിരസിച്ചു. നമ്മൾ NDAയുടെ ഒപ്പം ഉറച്ചു നിൽക്കും, KC ത്യാഗി അത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരാണ് ഓഫർ മുന്നോട്ട് വച്ചതെന്ന് വെളിപ്പെടുത്താൻ ത്യാഗി തയ്യാറായില്ല. ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകരിൽ ഒരാളായ നിതീഷ് കുമാർ കഴിഞ്ഞ വർഷം നടന്ന ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നിറങ്ങി നിതീഷ് കുമാർ NDAയിൽ തിരികെ എത്തിയത്. അതേസമയം KC ത്യാഗിയുടെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തള്ളി. അത്തരത്തിലൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മാത്രമാണ് ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് അറിയാവുന്നത് എന്നാണ് KC പറയുന്നത്. അതേസമയം മൂന്നാം മോദി സർക്കാരിനുള്ള പിന്തുണയ്ക്ക് JDU നേതാവ് നിതീഷ് കുമാർ BJPയോട് ഉപാധി വെച്ചു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. 3 ക്യാബിനറ്റ് മന്ത്രിമാരെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബീഹാറിന് പ്രത്യേക പദവിയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.